പറയൂ സർക്കാരെ, ഇതെന്ത് ഭരണം, ഇതെന്ത് നീതി, മറുപടി പറയൂ സർക്കാരെ. KSUVDBA സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്, KSUVDBA സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. നമസ്കാരം. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് RC ബുക്ക് ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ഈ RTO സ്വാഗതം ആശംസിക്കുക എന്നുള്ള രീതിയിലല്ല, ഏകദേശം ഈ ധർണയുടെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ നിങ്ങൾക്കൊരു വിവരണം നൽകിക്കൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ സ്വാഗതം ആശംസിച്ച ശ്രീ ജോയ് മഞ്ഞളി, തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി. ഒപ്പം ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ സുരേഷ് റാംബികൻ, ജില്ലാ ട്രഷറർ ശ്രീ പ്രശാന്ത് മേനോൻ, ജില്ലാ രക്ഷാധികാരി ശ്രീ CB ജേക്കബ്. തുടർന്ന് അങ്ങോട്ട് നമ്മുടെ ജില്ലയുടെ ഏറ്റവും പരമാധികാരമുള്ള അംഗങ്ങളാണ് നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും എന്നറിയാം. എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ട്, ധനമന്ത്രിയെ കണ്ട് ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾ ധരിപ്പിച്ചതാണ്. എന്നിട്ടും യാതൊരു അനക്കം കൂടാതെ കഴിഞ്ഞ നവംബർ മാസം 22-ാം തീയതി മുതൽ ഇതുവരെ ഒരു RC ബുക്ക് പോലും പ്രിന്റ് ചെയ്യാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ നടപടി അവസാനിപ്പിക്കണമെന്നാണ് ആദ്യമായി കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ ഞാൻ പറയുന്നത്. ഇപ്പോൾ 15 കോടിയോളം രൂപ കിട്ടാത്തത് കൊണ്ട് അവർ ആ പൈസ കിട്ടാതെ ഒരു കാരണവശാലും ഇനി പ്രിന്റിംഗ് നടക്കില്ല എന്ന് തീർത്ത് ഞങ്ങളോട് പറയുകയാണ്. ഓരോ ദിവസവും ഞങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. RC ബുക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനല്ലാതെ ഒരു കാരണവശാലും പ്രിന്റിംഗ് നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഈ വഴിയിലേക്ക്, ഈ കൊടുംവെയിലത്ത് നമ്മുടെ RTO ഓഫീസിന് മുമ്പിൽ ധർണ നടത്താനുള്ള ഒരു കാരണം. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ തൃശ്ശൂർ ജില്ല, അതുപോലെ തന്നെ ഇന്ന് ഈ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഈ പ്രക്ഷോഭണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. RC ബുക്ക് 5-8 മാസങ്ങളായിട്ട് ഇതുവരെയായിട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഈ ഇപ്പോഴത്തെ പ്രശ്നം. ഇതിൽ 1000-10,000 കച്ചവടക്കാരാണ് അത്താഴ പട്ടിണിയായി പോകാൻ പോകുന്നത്. ഇവർക്ക് ഒരു താങ്ങും തണലായി നിൽക്കുന്നത് ഈ RC ബുക്കിന്റെ കെയർ ഓഫ് ആണ്. RC ബുക്ക് കിട്ടിയാലേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങൂ.
അവർക്ക് കച്ചവടം നടത്താൻ സാധിക്കുമോ? അതുപോലെ തന്നെ കച്ചവടം നടത്തി കഴിഞ്ഞാൽ അതിന് ലോൺ മാറണം, അതിന് ബാക്കി പൈസ കിട്ടണം. പല കാര്യങ്ങളും ലക്ഷക്കണക്കിന് രൂപകളാണ് ഓരോരുത്തർക്കും മുടങ്ങിക്കിടക്കുന്നത്. ഈ ഒറ്റ കാരണത്താൽ ഇത് ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കുക എന്നുള്ള ഒറ്റ വാക്യം കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്ന് ഏകദേശം 300-ൽ പരം ആളുകൾ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും ആരംഭിച്ച ഈ റാലിയിൽ ഒരൊറ്റ പ്ലക്കാർഡാണ് നമ്മൾ ഉയർത്തിക്കാട്ടിയിരുന്നത്. RC ബുക്ക് ഔദാര്യമല്ല, ഉടമയുടെ അവകാശമാണ്. ഈ ഉടമ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻപ്പെട്ട ഭാരവാഹികളോ അംഗങ്ങളോ അല്ല, കേരളത്തിലെ പൊതുജനങ്ങളാണെന്നുള്ള കാര്യം ആദ്യമേ ഈ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമരം, ഈ സംഘടന നടത്തുന്നത് ഈ സംഘടനയിലെ ഭാരവാഹികൾക്കോ അംഗങ്ങൾക്കോ വേണ്ടിയല്ല. ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട RC ബുക്ക് ഔദാര്യമല്ല എന്നുള്ളൊരു തോന്നല് ഈ സമൂഹത്തിനും ഇവിടെ കൂടിയിരിക്കുന്ന അധികാരികൾക്കും ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചത്. ഈ സമരം ഇതുകൊണ്ട് നിന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു സമരം നമ്മൾ പ്രഖ്യാപിച്ചതാണ്. നമ്മൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു സമരം പ്രഖ്യാപിച്ചതാണ്. അത് സർക്കാരുമായിട്ടുള്ള ഒരു സന്ധി സംഭാഷണത്തിന് പുറത്ത് നമ്മളത് മാറ്റിവെച്ചതാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രതിഫലനവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ വീണ്ടും ജില്ലാ കളക്ട്രേറ്റ് പടിക്കൽ നമ്മൾ ഈ 14 ജില്ലകളുടെയും കളക്ട്രേറ്റിൻ്റെ പടിക്കൽ നമ്മൾ സമരം നടത്തുന്നത്. ഇത് വിജയിച്ചില്ലെങ്കിൽ, ഇതിലും അധികാരികളുടെ കണ്ണു തുറന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ സ്വാഗത സംഘം പറഞ്ഞ ജോയി മഞ്ഞളി പറഞ്ഞ പോലെ നമ്മൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നമുക്ക് പോകേണ്ടി വരും. ഇതൊരു സൂചന മാത്രമായിട്ട് എല്ലാവരും എടുക്കുക. ഇത് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ സമരം മാറ്റിവെച്ച പോലെ ഇനിയും നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് നമ്മൾ അടുത്തത് ഒരു സമരം നടത്തേണ്ടി വരും. ഈ നിലയ്ക്ക് തന്നെ പോവുകയാണെങ്കിൽ അതുകൊണ്ട് എല്ലാവരും ഈ സമരത്തോട് സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഈ സമരത്തിലേക്ക് തൃശ്ശൂർ താലൂക്ക് കമ്മിറ്റി ഇതിൻ്റെ എല്ലാ സഹകരണങ്ങളും ചെയ്തു തന്നു. ആദ്യം തന്നെ അവർക്കാണ് ഞാൻ നന്ദി പറയുന്നത്. തൃശ്ശൂർ താലൂക്ക് കമ്മിറ്റിയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അവരോട് നന്ദി പറയുന്നു. കൂട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറി സുനീഷ് റാമ്പിക്കൽ, അദ്ദേഹം വിവിധ ജില്ലയുടെ ചാർജുള്ളതാണ്. പക്ഷെ തൃശ്ശൂർ തന്നെ അദ്ദേഹം വരുവാൻ സന്നദ്ധ കാണിച്ചു. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ജില്ലാ പ്രസിഡന്റും അധ്യക്ഷനുമായ ലാലി ചേട്ടൻ, അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ജില്ലാ സെക്രട്ടറി ജോയി മഞ്ഞളി, മറ്റ് വിവിധ താലൂക്കിൽ നിന്ന് വന്ന എല്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, എല്ലാ മെമ്പർമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.